പോർഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്യുക. 23.5 പുതിയ വേർഷൻ. സാധാരണ പോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി കയറി പോർഷൻ ട്രാക്കർ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേഷൻ ഉറപ്പാക്കുക. നിങ്ങൾ ഏത് ഫോണിലാണോ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്താണ് പുതിയ അപ്ഡേഷൻ എല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ വരാറുണ്ട്. ഇന്ന് വന്നിട്ടുള്ള ഈ പുതിയ വേർഷനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇനി പറയുന്ന മാറ്റങ്ങളാണ് 23.5 വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് രജിസ്റ്ററുകളാണെങ്കിലും ആധാർ സീഡിംഗ് ആണെങ്കിലും മൊബൈൽ വെരിഫിക്കേഷൻ ആണെങ്കിലും FRS സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മൾ ആളുകളെ വെരിഫൈ ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകൾ പോർഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ പോർഷൻ ട്രാക്കറിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ എല്ലാ സമയത്തും ഉണ്ടാവാറില്ല. എന്നാൽ ഈ അപ്ഡേഷനിൽ അതിനൊക്കെ ഒരു പരിഹാരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ പ്രൊഫൈൽ കാർഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന അമ്മയുടെയും അച്ഛൻ്റെയും വിവരത്തിനോടൊപ്പം അവരുടെ രക്ഷിതാവിൻ്റെ കൂടെ വിവരണങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ അച്ഛൻ്റെയും രക്ഷിതാവിൻ്റെയും വിവരണങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുന്ന രീതിയിൽ, അതായത് വേറെ വേറെ തന്നെ കാണിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ആശ്വാസകരമാകുന്ന ഒരു മാറ്റമാണ്. കാരണം നമ്മൾ പോർഷൻ ട്രാക്കറിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്റർനെറ്റ് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് ഡെയിലി ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയം ഇന്റർനെറ്റ് ഇല്ലാതെ 3 ദിവസങ്ങൾ വരെ പ്രവർത്തനങ്ങൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം പോർഷൻ ട്രാക്കറിനുണ്ട്. അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതായത് 3 ദിവസം എന്നുള്ളത് 5 ദിവസങ്ങൾ വരെയുള്ള പ്രവർത്തനങ്ങൾ ഓഫ്ലൈനായി തന്നെ സ്റ്റോർ ചെയ്യാനും നമുക്ക് പോർഷൻ ട്രാക്കർ പുതിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വേർഷനിൽ വന്നിട്ടുള്ള മാറ്റം. ഇത്തരത്തിലുള്ള മാറ്റത്തിനൊപ്പം കൂടുതൽ പോർഷൻ ട്രാക്കർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുന്നുണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമാക്കി ആപ്പിനെ കുറച്ചുകൂടി സ്പീഡാക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ പുതിയ വേർഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഫോണിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ഡേഷൻ നിർബന്ധമായും ചെയ്തിട്ടുണ്ടാവണം. അത് ക്യാഷ് ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫോണിലാണോ ഏത് ഫോണിലാണോ നിങ്ങൾ പോർഷൻ ട്രാക്കർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്താണ് നിങ്ങൾ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നിലവിലുള്ള അപ്ഡേഷനുകൾ നിങ്ങളുടെ പോർഷൻ ട്രാക്കറിൽ വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യണം. അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ചിലപ്പോൾ ഇത് സെർവറിലേക്ക് പോവുക അല്ലെങ്കിൽ കൃത്യമായി സേവ് ആവാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായി നിങ്ങൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ വേർഷൻ 23.5 ആയി എന്നുള്ളത് ഇത് പ്രകാരം നിങ്ങളൊന്ന് ഉറപ്പാക്കണം. അതിനെ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ഒന്ന് ലോഗൌട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഇത് പ്രകാരം നോക്കുക. അപ്പോൾ പുതിയ വേർഷൻ നിങ്ങളുടെ ഫോണിനകത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു അപ്ഡേഷൻ നിങ്ങൾ വരുത്തേണ്ടത്. ഏതൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും അതിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നന്ദി.